നമസ്കാരം. വിമതരായി നിന്ന ബി.ജെ.പി കൗൺസിലർമാരെ അനുനയിപ്പിക്കാൻ രാജ്യനാടകവുമായി പന്തളം നഗരസഭ ചെയർപേഴ്സൺ. ബി.ജെ.പി ഭരിക്കുന്ന പന്തളം നഗരസഭയിലാണ് നാടകം അരങ്ങേറിയത്. നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ യു രമ്യയുമാണ് രാജിവെച്ചത്. ബുധനാഴ്ച LDF കൊണ്ടുവന്ന അവിശ്വാസം നടക്കാനിരിക്കെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാടകീയമായി ഇവർ രാജി പ്രഖ്യാപിച്ചത്. ബി.ജെ.പിയുടെ കൗൺസിലർ KV പ്രഭയുടെ പിന്തുണയോടെയാണ് LDF അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചു. ആകെ 33 വാർഡുകളാണ് ഉള്ളത്. അതിൽ നിലവിലെ കക്ഷിനില BJP 18, LDF 9, UDF 5, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ്. നിലവിലെ BJPയിലെ 3 കൗൺസിലർമാർ വിമതരായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ അനുനയിപ്പിക്കാൻ കഴിയാത്തതിലാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചത്. BJP വിട്ട കൗൺസിലർ KV പ്രഭയ്ക്കൊപ്പം മറ്റു ചില BJP കൗൺസിലർമാർ കൂടി അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ഇവർ രാജിവെച്ചതെന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്. വ്യക്തിപരമായ അസൗകര്യം കൊണ്ടാണ് രാജി എന്നാണ് പക്ഷേ സുശീല സന്തോഷിന്റെ പ്രതികരണം. പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പന്തളത്ത് പരസ്യമായ നിലപാടെടുത്ത് 3 BJP അംഗങ്ങൾ കലാപക്കൊടി ഉയർത്തി. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ BJPക്ക് എന്നിട്ടും സാധിച്ചില്ല. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് സുശീലയും രമ്യയെ രാജിവെച്ചതെന്നും നഗരസഭ BJP തന്നെ ഭരിക്കുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് PS സൂരജ് പ്രതികരിച്ചു. പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇരുവരും രാജ്യസന്നദ്ധത അറിയിച്ച് പാർട്ടി അംഗീകരിക്കുമായിരുന്നെന്നും ഭരണത്തിൽ തിരിച്ചെത്തുമെന്നാണ് സൂരജിന്റെ പ്രതികരണം. 2020 ചുമതല ഏറ്റതു മുതൽ ഭരണസമിതിക്കെതിരെ വ്യാപക അഴിമതി ആരോപണം ഉയർന്നിരുന്നു. ചേരിതിരിവ് രൂക്ഷമായപ്പോൾ BJP പാർലമെന്ററി പാർട്ടി ലീഡർ KV പ്രഭ സ്ഥാനം രാജിവെച്ചു. അടുത്തിടെ പ്രഭയെ BJP പുറത്താക്കി. ഇതിന് പിന്നാലെ പ്രഭ പരസ്യമായി LDFന്റെ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് ഭരണസമിതിയുടെ അഴിമതിയും അതിൽ BJP നേതൃത്വത്തിന്റെ പങ്കും വെളിപ്പെടുത്തിയിരുന്നു. തുടർന്ന് LDF നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിലും ഒപ്പിട്ടു. ഒരു സ്വതന്ത്ര കൗൺസിലറും നോട്ടീസിൽ ഒപ്പിട്ടു. 11 കൗൺസിലർമാർ ഒപ്പിട്ട അവിശ്വാസമാണ് LDF നൽകിയത്. UDF കൗൺസിലർമാരും അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു.